പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മലങ്കര സഭയുടെ മഹാപരിശുദ്ധൻ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ടാണ്. ലോകത്തെമ്പാടുമുള്ള മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടി പരിമല തിരുമേനിയുടെ ഓർമ്മ വളരെ ആദരവോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ആചരിക്കുകയാണ്. ഇന്നേ ദിവസം പരിമല തിരുമേനിയുടെ ആളത്വത്തിലേക്ക് നോക്കി ഒരു പ്രധാനപ്പെട്ട മൂല്യം സ്വാംശീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ പ്രഭാഷണത്തിന് ഞാൻ കൊടുക്കുന്ന തലക്കെട്ട് മൗനിയും മിതഭാഷിയും എന്നാണ്. പരിമല തിരുമേനി മൗനിയായിരുന്നു, മിതഭാഷിയുമായിരുന്നു. മൗനം ശീലിക്കുന്ന ഒരാൾ മിതഭാഷിയായി രൂപാന്തരപ്പെടും. മിതഭാഷിയായ ഒരാളെ കാണുന്നെങ്കിൽ അയാൾ മൗനിയാണ് അയാളുടെ പ്രകൃതം എന്നുള്ളത് തിരിച്ചറിയുവാൻ വലിയ വിഷമമില്ല. മൗനി എന്ന വാക്ക് മൗനം പാലിക്കുന്നവൻ എന്നാണല്ലോ. രണ്ട് തലങ്ങളിലായി നമുക്ക് മൗനം പാലിക്കുവാൻ കഴിയും. ഒന്ന്, ലോകത്തോട് അഭിമുഖമായി നിൽക്കുന്ന നമ്മൾ ആവശ്യത്തിലേറെ സംസാരിച്ചു പോകുന്നില്ലേ? അനാവശ്യമായി വാക്കുകൾ ഉച്ചരിച്ചു പോകുന്നില്ലേ? ഇതിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് പരിമല തിരുമേനി നമ്മോട് ഉപദേശിക്കുന്നു, മക്കളെ, മൗനാചരണം മിതഭാഷിയാകുവാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഈ വലിയ ഒരു ജീവിത മൂല്യമാണ് പരിമല തിരുമേനിയുടെ സന്നിധിയിൽ നാം ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് സ്വാംശീകരിക്കാനാവുക. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മൂല്യമാണ്. മൗനിയാവുന്നത് എന്തിനു വേണ്ടിയാ? ലോകത്തോട് മൗനിയാകുമ്പോൾ പുറമേയുള്ള നമ്മളുടെ അധരം അടയ്ക്കപ്പെടും. അകമേയുള്ള നമ്മളുടെ ഹൃദയം ദൈവത്തോട് സംസാരിച്ചു തുടങ്ങും. മൗനമായിരിക്കുന്നത് നിഷേധാത്മകമായ ഒരു നിലപാടല്ല, വളരെ ക്രിയാത്മകവും ഫലവത്തുമായ ഒരു വലിയ അനുഭവമാണ്. ലോകത്തോട് നമ്മൾ നിഷേധാത്മകമാവുകയല്ല, ലോക സമ്പർക്കങ്ങളിൽ നിന്ന് നമ്മൾ കുറേ സമയത്തേക്ക്, ദിവസത്തേക്ക് നമ്മൾ അതിൽ നിന്ന് മോചനം പ്രാപിച്ച് വായടച്ച് അധരങ്ങൾ പൂട്ടി ഉള്ളം കൊണ്ട് ദൈവത്തോട് നമ്മൾ സംസാരിക്കുകയാണ്. ദൈവസംസർഗമാണ് മുനി മൗനമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിർവഹിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അങ്ങനെ മൗനം പാലിക്കുവാൻ കഴിയുന്ന ആ ശീലത്തിൽ ഉറച്ച സ്വഭാവത്തിൽ ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ഒരു പുണ്യവാനായിരുന്നു പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനി. അദ്ദേഹം നമ്മോട് പറയുകയാ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമിത ഭാഷണം, ആവശ്യത്തിലധികമായ സംസാരം, സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ വാക്കുകൾ, അതിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അധരങ്ങൾ അടയ്ക്കൂ, ദൈവമുഖത്തേക്ക് നോക്കൂ, നിങ്ങളുടെ ഹൃദയം
ദൈവവുമായി സംസാരിക്കുന്നതിന് നിങ്ങൾ ഇടം കൊടുക്കൂ. ആരാധനയുടെ സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു പരിശീലനമാണ് നേടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ദിവസം ഒരു 10 മിനിറ്റ് അധരങ്ങൾ അടച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി ഹൃദയം കൊണ്ട് അവൻ്റെ മുഖം കണ്ട് അവനോട് നമുക്ക് മധുര സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ നമുക്ക് കഴിയും. ദൈവത്തോടുള്ള സംസർഗം അത് നമ്മളുടെ ഒരു രുചിയായി, ഒരു പ്രത്യേകമായ ഒരു താല്പര്യമായി, ഒരു ആവേശമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ലോകത്തോട് തിരിഞ്ഞ് മിതഭാഷണത്തിലേക്ക് മാറും. ഇതൊരു വലിയ രൂപാന്തരമാണെന്ന് പരിമല തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നു. മിതഭാഷിയാവുമ്പോൾ മൗനി അല്ലെങ്കിൽ മുനിയുടെ ഒരു വലിയ കൃപാവരമാണ് എന്ന് നമ്മൾ പറയുക തന്നെ വേണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നായകത്വമാണത്. നമ്മൾ ഏർപ്പെട്ട് ആളുകളുമായി ലോകവുമായി സമ്പർക്കത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ വാക്കുകളെ നിയന്ത്രിക്കുക, നമ്മളുടെ വികാരങ്ങളെ അടക്കുക. പല സന്ദർഭങ്ങളിലും നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവസംസർഗം നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്വഭാവമായി, അങ്ങനെ ദൈവസംസർഗത്തിൽ ഒരു ദിവസം 10 മിനിറ്റ് ചിലവഴിക്കുന്നില്ലെങ്കിൽ ഏതോ ഒരു വലിയ കാര്യം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. കുഞ്ഞുങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ അവസരം പരിമല തിരുമേനിയിലേക്ക് നമുക്ക് നോക്കുവാൻ, നമുക്ക് മൗനമായിരുന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, അവൻ്റെ ശബ്ദം ശ്രവിക്കുവാൻ നമുക്ക് ഒരവസരം തരികയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ പരിമല തിരുമേനി നമ്മോട് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും അതൊരു സുന്ദരമായ അവസരമായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. മിതഭാഷി എന്നുള്ളത് ഒരു വലിയ കൃപാവരമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തിമോഥിയോസിന് എഴുതുന്ന 2-ാം ലേഖനം 2-ാം അധ്യായം 23ഉം 24ഉം വാക്യങ്ങളിൽ ഒരു മിതഭാഷി ആയിത്തീരുന്നതിൻ്റെ ആവശ്യമെന്തെന്ന് അടിവരയിടുന്നുണ്ട്. 23ഉം 24ഉം വാക്യങ്ങൾ തിമോഥിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം. അവിടെ അദ്ദേഹം പ്രത്യേകം പറയുകയാണ്, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ഷണ്ട ജനിപ്പിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ഷണ്ട ജനിപ്പിക്കുന്നു. Foolish and stupid arguments produce quarrels. Stupid and foolish arguments. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളുടെ തർക്കങ്ങൾ പലപ്പോഴും മൗഢ്യമായ തർക്കങ്ങളല്ലേ? ബുദ്ധിയില്ലാത്ത തർക്കങ്ങളല്ലേ? ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ മലയാള ഭാഷയിൽ വിവർത്തനം ചെയ്യുമ്പോൾ കാണുന്നത്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ആർഗ്യുമെൻറ്റ്സ് എന്നാണ്. ദോസ് കൈൻഡ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ക്വാറൽസ്. ഷണ്ടയുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. അതിനെ അതിജീവിക്കുവാൻ കഴിയേണ്ടതുണ്ട്. അദ്ദേഹം തുടർന്നും പറയുകയാണ്, അങ്ങനെയുള്ള തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, സംസാരങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. നമ്മൾ അങ്ങനെയുള്ള തർക്കങ്ങളിലും വഴക്കുകളിലും ഒരിക്കലും ഉൾപ്പെടുവാൻ പാടുള്ളതല്ല. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബന്ധം തീർച്ചയായും മാറും. നമ്മൾ സൗമ്യരാവും, ശാന്തരാവും. അതുപോലെ തന്നെ
കരുണയുള്ളവരുമാകും. ആരോട്? നമ്മുടെ സ്വന്തം സഹോദരനോട്, സഹോദരിയോട്, സ്കൂളിലെ അധ്യാപകരോട്, വീട്ടിലെ അമ്മയപ്പന്മാരോട്, നമ്മൾ ഏർപ്പെടുന്ന വിവിധ തലങ്ങളിലുള്ള സ്വഭാവങ്ങളിലുള്ള ഏത് ആളുകളോടും തീർച്ചയായും നമ്മൾ ശാന്തരും സൗമ്യരും ആർദ്രതയുള്ളവരുമായി നമ്മളുടെ ജീവിതത്തെ നിലനിർത്താൻ കഴിയും. എപ്പോഴാണത്? ഒരു മിതഭാഷിക്കുള്ള ഒരു വലിയ അനുഭവമാണത് എന്ന് പ്രത്യേകം ഓർക്കണം. വേറൊരു കാര്യവും കൂടെ അതിനകത്തുണ്ടാകും. നമ്മൾ മറ്റുള്ളവരോട് ഒരു എതിർത്ത് നിൽക്കുന്ന ഭാവം, റിസെൻഫുൾ എന്ന് ഇംഗ്ലീഷിൽ പറയാം. റിസെൻഫുൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായി ചില നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ചെറുത്ത് നിൽക്കുന്നില്ലേ? തർക്കുത്തരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ. ആ തർക്കുത്തരം പറയുവാൻ നമ്മൾ ഒരുമ്പെടുന്നുണ്ടോ? അത് ഓർത്തുകൊള്ളണം. നമ്മൾ മിതഭാഷണത്തിൽ നിന്ന് അമിത ഭാഷണത്തിലേക്കും അനാവശ്യ വർത്തമാനങ്ങളിലേക്കും നമ്മൾ വഴുതി വീഴുകയാണ്. പരിമല തിരുമേനി നമ്മളെ നോക്കി പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിതമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. അത് സ്നേഹ സമാധാന അന്തരീക്ഷത്തിലാവണം. അത് മിതത്വത്തിൽ ഉപയോഗിക്കുവാൻ കഴിയണം. അങ്ങനെ നമ്മൾ നമ്മളുടെ വാക്കുകളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ സമാധാന മക്കളായി മാറുകയാണ്. സൺസ് ഓഫ് പീസ്, സൺസ് ഓഫ് പീസ് ആൻഡ് കൈൻഡ്നെസ്. അതെന്തൊരു വലിയ അനുഗ്രഹമാണ്. ഈ അവസരം ഈ രണ്ട് വാക്കുകളാണ് നമ്മളുടെ മനസ്സിൽ പ്രത്യേകമായി കുറിക്കുവാനായി ഉള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പരിമല തിരുമേനി ഒരു മുനിയായിരുന്നു. ആ മുനിയിൽ നിന്ന് നമുക്ക് ഇന്ന് പഠിക്കേണ്ട പ്രായോഗികമായ ജീവിതത്തിൽ, നിങ്ങൾ സ്കൂളിൽ പോകുന്നു, വീട്ടിൽ താമസിക്കുന്നു, മറ്റുള്ളവരോട് ഇടപഴകുന്നു, പരിമല തിരുമേനിയെ നോക്കി നമുക്ക് പഠിക്കാം മൗനമായിരിക്കാൻ. അതുപോലെ തന്നെ അത് ശീലിക്കുന്നത് വഴിയായി ആവിർഭവിക്കുന്ന ഒരു വലിയ സ്വഭാവവിശേഷം മിതഭാഷിയായിരിക്കാൻ. അത്യാവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ ഉച്ചരിക്കുക. വികാരങ്ങൾ മൂർച്ഛിച്ചു പോകുന്ന തരത്തിലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ തീർച്ചയായും അത് ഒഴിവാക്കി നിർത്തുവാൻ ഈ സാഹചര്യം സഹായിക്കും. ജീവിതത്തെ ആകമാനം പരിവർത്തനപ്പെടുത്തുവാൻ ഈ ഒരു വലിയ കാര്യം പരിമല തിരുമേനി തീർച്ചയായും നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. മൗനിയായിരിക്കൂ, മിതഭാഷിയായിരിക്കൂ. മൗനം പാലിക്കാനും മിതഭാഷിയായിരിക്കാനും ഞാൻ ശ്രമിക്കും. പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.